നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജെയിംസിന്റെ രാജി. ആരോപണങ്ങൾ തെളിയിക്കുവാൻ ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിച്ച് DCC പ്രസിഡന്റ് PK ഫൈസൽ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും KPCC മാനദണ്ഡമനുസരിച്ചാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയതെന്നും PK ഫൈസൽ. കർണാടക KSRTC ബസ്സിൽ മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയതായി പരാതി. ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറയുകയും പെൺകുട്ടിയെ നടുറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്തു. നാമനിർദ്ദേശ പത്രിക മലയാളത്തിലായത് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളോട് കാണിക്കുന്ന വിവേചനമെന്ന് പരാതി. N കേശവനായിക്കാണ് പരാതിയുമായി രംഗത്തെത്തിയത്. FCTO കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു. ആകെ സ്ഥാനാർത്ഥികൾ 2786. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജെയിംസ് പന്തമാക്കൽ രംഗത്ത്. സ്ഥാനാർത്ഥിത്വത്തിനും ഭാരവാഹിത്വത്തിനും പണം വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ജെയിംസ് പന്തമാക്കൽ ഉയർത്തുന്നത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് ആരോപണം. DCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധിയുണ്ടായിരുന്നു. 7 സീറ്റുകൾ വേണമെന്ന് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ആവശ്യപ്പെട്ടുവെങ്കിലും 4 സീറ്റുകൾ മാത്രമാണ് നൽകിയത്. ഇതിൽ ഒരാൾക്കാണ് ചിഹ്നം അനുവദിച്ചത്. പിന്നാലെയാണ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ അഴിമതി ആരോപണവുമായി ജെയിംസ് പന്തമാക്കൽ എത്തിയത്. DCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ അറിയിച്ചു. DCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത്, പാർട്ടി ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കാലാകാലങ്ങളായി നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാത്തതിൻ്റെ കാരണം ജില്ലയിൽ ആർജവമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്കറിയാം, കൊല്ലത്തു നിന്ന് വന്ന പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ 2 പ്രാവശ്യം വിജയിച്ചു. 2ാമത്തെ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പാർട്ടിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാടിലും കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം. കാരണം കാസർഗോഡ് ജില്ലയിൽ DCCയെ നയിക്കുന്നത് PK ഫൈസലാണ്. PK ഫൈസലിലേക്ക് എത്തുമ്പോൾ മുമ്പൊരു വണ്ടിക്കൊക്കെ കേസുണ്ടായിരുന്നു. തൃക്കരിപ്പൂരിൽ KM മാണിയുടെ മരുമകൻ ഒരു പണം ഇടപാട് നടത്തിയിരുന്നു. ചെറിയ പൈസ പുള്ളി തിരിച്ചു കൊടുത്തു. പക്ഷേ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. ആ വണ്ടിച്ചക്ക് കേസ് തീർത്തത് ഈസ്റ്റ് എളേരിയിലെ പണം കൊണ്ടാണ്. കാരണം അന്നാണ് ഈ പറയുന്ന വിപ്പ് ലംഘനം നടന്നത്. വിപ്പ് ലംഘിച്ചാൽ എന്ത് ചെയ്യണം? DCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിപ്പായത്. ഈ വിപ്പിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോട്ടീസ് വിപ്പ് ലംഘിച്ചവർക്ക് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുക മാത്രമല്ല, അച്ചടക്ക നടപടി എടുക്കണം. അപ്പോൾ നോട്ടീസ് കൊടുക്കാത്തതിന് കാരണം ഈ 5 ലക്ഷം വാങ്ങിയതുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല. ഞങ്ങൾ പാർട്ടിയിൽ നിരന്തരമായി പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തു കഴിഞ്ഞ് 2023 KPCCയിലെ 4 ജനറൽ സെക്രട്ടറിമാർ വന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കി. ഈ തീരുമാനവും കാറ്റിൽ പറത്തി. അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ ഉടൻ രാജിവെക്കണം, ഇദ്ദേഹം 1 വർഷത്തിനുള്ളിൽ രാജിവെക്കണം. ഒന്നും നടന്നില്ല. അപ്പോൾ എല്ലാത്തിനും പണം കൊടുത്താൽ ഇവിടെ നടപടിയൊന്നും ഉണ്ടാകില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഇത്രയും അച്ചടക്ക ലംഘനം നടത്തിയ ഒരാൾക്ക് കൈപ്പത്തി ചിഹ്നം കൊടുക്കാൻ പാടില്ലല്ലോ. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നു, അവരുടെ കയ്യിൽ ഇദ്ദേഹം
ജോസഫ് കുത്തോലി കൊടുത്ത കത്തുണ്ട്. 3 കൊല്ലം കൂടെ നിന്ന് പ്രവർത്തിച്ചോളാം, കോൺഗ്രസുമായി സഹകരിക്കില്ല, നിങ്ങൾ പറഞ്ഞ പോലെ നിന്നോളാമെന്ന് അവരുടെ പാർട്ടി ഓഫീസിൽ പോയി എഴുതി കൊടുത്ത കത്തുണ്ട്. CPM നേതാക്കന്മാർക്ക് തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ ആ കത്ത് പുറത്തുവിടട്ടെ. ആരോപണങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൃത്യമായ നടപടിയുണ്ടായില്ലെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോപണങ്ങൾ തെളിയിക്കുവാൻ ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിച്ച് DCC പ്രസിഡന്റ് PK ഫൈസൽ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും KPCC മാനദണ്ഡമനുസരിച്ചാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയതെന്നും PK ഫൈസൽ പറഞ്ഞു. വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് ജെയിംസ് പന്തമാക്കൽ കാര്യങ്ങൾ പറയുന്നതെന്നും PK ഫൈസൽ കൂട്ടിച്ചേർത്തു. ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഇക്കാര്യം തെളിയിക്കുവാനായി ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിച്ചത്. പന്തമാക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KPCCയുടെ മാനദണ്ഡമനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും PK ഫൈസൽ പറഞ്ഞു. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് മേൽനോട്ടം KPCC നേരിട്ടാണ്. വായക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയാണ് ജെയിംസ് പന്തമാക്കലിൻ്റേത്. ആരോപണങ്ങൾ തെളിയിക്കുവാൻ വെല്ലുവിളിക്കുകയാണ്. വ്യാജ ആരോപണങ്ങൾക്കെതിരെ KPCCക്ക് പരാതി നൽകുമെന്നും PK ഫൈസൽ പറഞ്ഞു. ഇപ്പൊ ഇവൻ പറയുന്ന ആരോപണം DCC പ്രസിഡന്റ് മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ഇതൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ M ലിജുവും കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട ലിസ്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിനൊരു മിനിസുണ്ട്. ഇവൻ വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് പോലെ അവൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരുത്തന് എന്തും പറയാലോ. ഇപ്പം ഇവൻ പറയുന്ന ആരോപണം ഞാൻ ജെയിംസ് പന്തമാക്കലിനോട് വെല്ലുവിളിക്കുന്നു, തെളിവ് സഹിതം. ഇപ്പം ഞനക്കിപ്പോൾ ജെയിംസ് ഇപ്പം പറയാലോ, ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഇത് ആരോടാണ് വാങ്ങിയത്, എന്താണ് വാങ്ങിയത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന പ്രശ്നം എന്ന് പറയാം, മറ്റൊന്നുമല്ല. നമ്മൾ ഈസ്റ്റ് എളേരി വിഷയവും വളരെ കൃത്യമായി ജെയിംസ് പന്തമാക്കലും പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അവിടെ ടോട്ടൽ 18 സീറ്റ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, അവിടെ ഒരു പാർട്ടിയുണ്ട്. ജെയിംസ് പന്തമാക്കൽ 10 വർഷക്കാലം പാർട്ടി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയ സമയത്തും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ കഠിനാധ്വാനം ചെയ്ത പാർട്ടി നേതാക്കളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. പാർട്ടിയെ നിലനിർത്തിയവരാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ അവിടെ മത്സരിച്ച സമയത്ത് ജെയിംസ് പന്തമാക്കൽ DDFനെതിരെ ശക്തമായ പോരാട്ടം നടത്തി മെമ്പർമാരുണ്ടായിട്ടുണ്ട്. അവിടെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ CPMനെയും കൂട്ടി അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സമയത്തും കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ അവിടെയുള്ള പാർട്ടി നേതൃത്വം, ഇന്നുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. ജെയിംസ് വന്നതിന് ശേഷം ജെയിംസിന് ഒരു അവഗണനയും കൊടുത്തിട്ടാ ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാക്കി. സ്വാഭാവികമായും ഈ സീറ്റ് ചർച്ചയിലും ജെയിംസ് പറഞ്ഞ ആളുകൾക്ക് 4ഓളം ആളുകൾക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർണാടക KSRTC ബസ്സിൽ മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയതായി പരാതി. ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറയുകയും പെൺകുട്ടിയെ നടുറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്തു. സംഭവത്തിൽ പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. മംഗളൂരുവിലെ കോളേജിൽ BCAക്ക് പഠിക്കുന്ന ബന്ദിയോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് കർണാടക KSRTC ബസ്സിലെ കണ്ടക്ടറിൽ നിന്നും ദുരനുഭവമുണ്ടായത്. കോളേജിലേക്ക് പോകുന്നതിനായി ബസ് കയറിയപ്പോൾ കണ്ടക്ടറിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടാകുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതായും ഡ്രൈവറും കണ്ടക്ടറുടെ പക്ഷം ചേർന്ന് ദേശീയപാതയുടെ നടുവിൽ ബസ് നിർത്തി തന്നെ ഇറക്കിവിടുകയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. നേരത്തെയും ഇത്തരത്തിൽ ഈ കണ്ടക്ടറിൽ നിന്നും സമാനമായ അനുഭവമുണ്ടായതായും അന്നും താൻ ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. ശല്യം അസഹനീയമായതോടെയാണ് ഇത്തവണ പോലീസിൽ പരാതി നൽകിയതെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. ബസ്സുകളിൽ എന്ത് സുരക്ഷയാണ് തങ്ങൾ വിദ്യാർത്ഥിനികൾക്കുള്ളതെന്നും പെൺകുട്ടി ചോദിക്കുന്നു. ഇന്നങ്ങനെ മിസ്യൂസ് ആക്കുമ്പോൾ ഞാൻ ഓൻ്റെ ആർഗ്യൂ ആക്കേന് ലൈക്ക് ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് നടു റോഡിൽ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് ಇಡೀ ಬಸ್ಸಲ್ಲಿ ಇನ್ಸಲ್ಟ್ ಹಾಕಿನಿ. ಲೈಕ್ ಎಂದೆಲ್ಲ ಚೀತ ವಳಿಸಿನಿ, ಹಂಗನ ಹಿಂಗನಂತೆಲ್ಲ ലൈക്ക് ഞാൻ പാസഞ്ചർക്കെല്ല ഉപ്പദ്രിക്കുന്ന തെറ്റുണ്ടായതുകൊണ്ട് പക്ഷെ ഓന്നെ അങ്ങനെയെല്ലാം മിസ്ബിഹേവ് എല്ലാം ആക്കിയിട്ട് എൻ്റെ മീ തന്നെ റിട്ടേൺ ഇതാക്കിയിട്ട് ലാസ്റ്റക്ക് നടു റോഡിൽ നിപ്പിച്ചിന്. ഈവൻ ഡ്രൈവർ പോലും ഓനെ സപ്പോർട്ട് ആയിക്കൊണ്ടുണ്ടായി. 2 ആൾ കൂടിയിട്ട് എന്നെ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് അയക്കിന്. ഇത് ഫസ്റ്റ് ടൈമല്ല, കുറേ പ്രാവശ്യമായി ഇങ്ങനെ ആക്കുന്നത്. ഇത് എനിക്കെന്നല്ല കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇങ്ങനെ ഇത്
ലൈക്ക് ഈ കണ്ടക്ടേഴ്സിൻ്റെ ഓരോ ഉപ്പാതിരിക്കുന്നത് ഇതിനെല്ലാം എന്തായാലും ഒരു പരിഹാരം കിട്ടിയിട്ടാവുന്നു. ഞങ്ങൾക്ക് നല്ല എന്നെ ഒരു പെണ്ണിക്ക് ഇങ്ങനെ ആക്കാൻ കാലം ഞാനൊരു സ്റ്റുഡൻസ് ഞങ്ങൾക്ക് ഇന്ന് എക്സാം ഉണ്ടായി ഞാൻ എക്സാമിൻ്റെ ടെൻഷനിലെല്ലാം പോയിക്കൊണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു എന്ത് സേഫ്റ്റി സെൽട്ടുണ്ട് ഇങ്ങനെ നടു റോഡിലെല്ലാം നിപ്പിച്ചെങ്കിൽ. തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ച് പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. കാസർഗോട്ട് നിന്നും ഉൾപ്പെടെ അതിർത്തി പ്രദേശത്തു നിന്നും നിരവധി പെൺകുട്ടികളാണ് മംഗളൂരുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. കർണാടക KSRTC ബസ്സുകളെയാണ് മിക്കവരും മംഗളൂരുവിലെത്തുവാൻ ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ബസ്സുകളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് നേരെ കണ്ടക്ടറിൽ നിന്ന് തന്നെ മോശം അനുഭവമുണ്ടാകുന്നത് രക്ഷിതാക്കളെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. സംഭവം വലിയ ചർച്ചയായതോടെ മംഗലാപുരത്തേക്കും തിരിച്ചുമുള്ള ബസ്സുകളിൽ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു. ആകെ സ്ഥാനാർത്ഥികൾ 2786. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സര രംഗത്തുള്ളത് 2786 സ്ഥാനാർത്ഥികൾ. ഇതിൽ 1432 പേർ വനിതകളാണ്. 1354 സ്ഥാനാർത്ഥികൾ പുരുഷന്മാരാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മഞ്ചേശ്വരം, കാറടുക്ക, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പരപ്പ ബ്ലോക്ക് പഞ്ചായത്തുകൾ, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം മുനിസിപ്പാലിറ്റികൾ, 38 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായാണ് ഡിസംബർ 11 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 13 വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് അവസാനിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 62 സ്ഥാനാർത്ഥികളാണ്. ആകെ 91 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 29 പേർ പത്രിക പിൻവലിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 57 സ്ഥാനാർത്ഥികളാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 77 പേരിൽ 20 പേർ പത്രിക പിൻവലിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 63 സ്ഥാനാർത്ഥികളാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 86 പേരിൽ 23 പേർ പത്രിക പിൻവലിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 44 സ്ഥാനാർത്ഥികളാണ്. ആകെ സമർപ്പിച്ച 61 പത്രികകളിൽ 17 പേർ പത്രിക പിൻവലിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 43 സ്ഥാനാർത്ഥികൾ. ആകെ 63 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 20 പേർ പത്രിക പിൻവലിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 46 സ്ഥാനാർത്ഥികളാണ്. ആകെ 88 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 42 പേർ പത്രിക പിൻവലിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 40 സ്ഥാനാർത്ഥികളാണ്. ആകെ 65 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 25 പേർ പത്രിക പിൻവലിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 47 വാർഡുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 139 സ്ഥാനാർത്ഥികളാണ്. ആകെ 231 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 92 പേർ പത്രിക പിൻവലിച്ചു. നീലേശ്വരം നഗരസഭയിലെ 34 വാർഡുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 94 സ്ഥാനാർത്ഥികളാണ്. ആകെ 135 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 41 പേർ പത്രിക പിൻവലിച്ചു. കാസർഗോഡ് നഗരസഭയിലെ 39 വാർഡുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 107 സ്ഥാനാർത്ഥികളാണ്. ആകെ 162 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 55 പേർ പത്രിക പിൻവലിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാമനിർദ്ദേശ പത്രിക മലയാളത്തിലായത് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളോട് കാണിക്കുന്ന വിവേചനമെന്ന് പരാതി. കുമ്പളയിലെ വിവരാവകാശ പ്രവർത്തകൻ N. കേശവ നായിക്കാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ത്രിതല പഞ്ചായത്തുകളിലേക്ക് ജനവിധി തേടുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളോട് കടുത്ത വിവേചനമാണ് കാണിക്കുന്നതെന്ന് കുമ്പളയിലെ വിവരാവകാശ പ്രവർത്തകൻ N. കേശവ നായിക്ക് കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കന്നഡ ഭാഷ കൈകാര്യം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ മലയാളത്തിലുള്ള നാമനിർദ്ദേശ പത്രികയിലെ സത്യവാചകം എങ്ങനെ ചൊല്ലുമെന്ന് അധികൃതർ വ്യക്തമാക്കണം. ഇതേ ചൊല്ലി പലയിടത്തും വലിയ വാക്കേറ്റങ്ങൾ ഉണ്ടായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് പത്രിക സമർപ്പിച്ച കേശവ നായിക്ക് മലയാളം വശമില്ലെന്നറിയിച്ച് പ്രതിഷേധിച്ചതോടെയാണ് കന്നഡയിലുള്ള സത്യപ്രസ്താവന നൽകിയത്. ഈശ്വരനാമത്തിനു പകരം പ്രകൃതിയെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുവാനുള്ള നീക്കം ജില്ലാ കളക്ടർ തടഞ്ഞതായും കേശവ നായിക് കുറ്റപ്പെടുത്തി. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിൽപ്പെട്ട 100 കണക്കിന് കന്നഡ ഭാഷാ ന്യൂനപക്ഷത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വലിയ പ്രയാസമാണ് നേരിട്ടത്. അതിനാൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും കന്നഡയിലാക്കണമെന്നും കേശവ നായിക് പറഞ്ഞു.
കുമ്പള ഗ്രാമപഞ്ചായത്തിൽ കുമ്പളന്റെ അധികാരി ഞങ്ങൾക്ക് നല്ലൊരു ഇതുകൊണ്ട് ഓർമ്മ ഞാൻ അഭിനന്ദ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുനാവണ അധികാരി ഞങ്ങൾക്ക് ബലാത്കാരം കൊണ്ടു മലയാളത്തിൽ എന്നെ കന്നഡ ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് കൊടുത്തത് അത് എൻ്റെ കന്നഡത്തിനെ ഞങ്ങൾക്ക് ദ്രോഹിച്ചു, ഞാൻ കന്നഡത്തിന് ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതാക്കി. അത് എപ്പോഴും പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞമ്മ മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്കിന്റെ ഏരിയക്കാർക്ക് സുപ്രീം കോടതിന്റെ വാർഡ് സമയത്ത് നമുക്ക് ഉണ്ട്. അതിന്റെ സമയത്ത് അയാൾ നമുക്ക് നേരിട്ടാക്കി നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ADM അടുത്ത് പോയിക്കോ, നിങ്ങൾ ജില്ലാ കളക്ടറടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരെ വന്നു. രണ്ടാമത്തെ ദിവസം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. FSCTO കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ മോഡറേറ്റർ ആയിരുന്നു. FSCTO കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അവസ്ഥയിൽ ജീവിതത്തിന്റെ മറ്റു മനുഷ്യർ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു ശതമാനം പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ കൂട്ടി വായിക്കണം. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ലേ, മാർസിന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. അത് ഈ ദാരിദ്ര്യത്തെ സാമാന്യവൽക്കരിക്കാൻ എല്ലാ ഭരണാധികാരികളും ശ്രമിക്കുന്നു. ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ മോഡറേറ്റർ ആയിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം AM ബാലകൃഷ്ണൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K വിജയകുമാർ, FSCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ്, K രാഘവൻ, T ദാമോദരൻ, PV പവിത്രൻ, രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. NGO കലാവേദി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആവശ്യത്തിലേക്കായി മെടഞ്ഞ ഓലകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓലമെടയൽ ചടങ്ങ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ ഉദ്ഘാടനം ചെയ്തു. കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ആവശ്യത്തിലേക്കായി മെടഞ്ഞ ഓലകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഓലമടയൽ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയൊരു സന്തോഷകരമായ നിമിഷം തന്നെയാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തിന്റെ നവീകരണ കലശോത്സവത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നമുക്ക് ഓലമടയൽ ചടങ്ങ് എന്ന ആ ഒരു വലിയൊരു കർമ്മത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നമുക്കറിയാം, പണ്ട് മുതലേ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലായാലും മറ്റ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ വീടുകളിലായാലും നമ്മൾ ഓല മേഞ്ഞ വീടുകളും അതുപോലെ ഓല കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ ഉത്സവത്തിനായാലും മറ്റു പരിപാടികൾക്കായാലും എല്ലാം ഓലക്കൊട്ടയും അതുപോലെ എല്ലാം ഉപയോഗിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ P മിനി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ, സെക്രട്ടറി അനീഷ് ദീപം, പന്തൽ കമ്മിറ്റി ചെയർമാൻ ഗണേശൻ പുതിയകണ്ഠം, കൺവീനർ P ബാലൻ, മാതൃസമിതി പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ, സോവനീർ കമ്മിറ്റി കൺവീനർ രവീന്ദ്രൻ രാവണേശ്വരം എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VV ഗോവിന്ദൻ സ്വാഗതവും ട്രഷറർ KV പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു. ഉത്സവാഘോഷത്തിനായി ക്ഷേത്രത്തിനകത്തും കലവറ നിർമ്മിക്കുന്നതിനും മറ്റ് പരമ്പരാഗത ചടങ്ങുകൾക്കും വളരെയധികം മെടഞ്ഞ ഓലകൾ ആവശ്യമായി വരാറുണ്ട്. ഇതിനായാണ് ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ സഹകരണത്തോടെ ഓലകൾ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഓലമടയൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇത്തരം ചടങ്ങുകൾ ഏറെ പ്രയോജനമായി പുതുതലമുറയിൽപ്പെട്ട യുവതികളും യുവാക്കളും പ്രായമായവരിൽ നിന്നും ഓലമിടയലിന്റെ പ്രായോഗിക വശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ചടങ്ങിനെ പ്രൗഢമാക്കി. ക്ഷേത്രത്തിലെ നവീകരണ കലശം 2025 ഡിസംബർ 21 മുതൽ 25 വരെയും ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം ഡിസംബർ 28 മുതൽ 31 വരെയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
വാഴുന്നോറടി സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന വാഴുന്നോറടി ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനവും കായിക താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശന വിതരണവും നടന്നു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ SM ശ്രീപതി ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും ചിട്ടയായ പരിശീലനത്തിലൂടെ മികച്ച താരങ്ങളാക്കി മാറ്റുന്നതിനുമായി ഉപ്പിലിക്കൈ സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന 80ഓളം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി സേവന മേഖലയിലും കായിക മേഖലയിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന വാഴുന്നോറടി സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന വാഴുന്നോറടി ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനവും കായിക താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനവും വിതരണം ചെയ്തു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ SM ശ്രീപതി ഉദ്ഘാടനം ചെയ്തു. അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇത്തരം ഒരു അക്കാദമി ആരംഭിക്കുക എന്നുള്ളത്. എന്റെ അറിവിൽ ഇപ്പോൾ ഒരു 10-70ഓളം കുട്ടികൾ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾ ഈ ക്ലബിൽ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു, ഈ അക്കാദമി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അനൗദ്യോഗികമായിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചത് ഇത് വലിയൊരു സംഭവമായി മാറേണ്ട ഒരു ചടങ്ങിന് വളരെ ചെറിയ രീതിയിൽ എനിക്ക് തോന്നുന്ന ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ വലിയ വ്യക്തിത്വം ഈ ചടങ്ങ് വളരെ മോശക്കാരായിട്ടല്ല, എങ്കിലും കുറെ കൂടി ജനശ്രദ്ധ നേടുന്ന വലിയ പടപ്പന്മാരെ ആൾക്കാരെ വന്നിരുന്നെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യം ശേഷിക്കുമായിരുന്നു. ഇതാ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹത്തില് യുവതലമുറ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് സമൂഹത്തിൽ വീട്ടുമൊക്കെ അകന്നകന്ന് സമൂഹത്തിന് ബാധ്യതയായിട്ടുള്ള ഒരു കാലഘട്ടത്തില് ക്ലബ് രക്ഷാധികാരി പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ M ഗിരീഷ്, PTA പ്രസിഡന്റ് M സുരേഷൻ, SMC ചെയർമാൻ EV വിജയൻ, അധ്യാപകരായ T ഷംസുദ്ദീൻ, M സുന്ദരൻ, M മനോജ്, ക്ലബ് അംഗം MV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ് പ്രസിഡന്റ് V മോഹനൻ സ്വാഗതവും കൺവീനർ അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപജില്ലാ വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്കായി നടത്തിയ പാചക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ രമണി മണലിന് സ്കൂൾ PTA ആദരവ് നൽകി. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിലെ പാചക തൊഴിലാളിയാണ് രമണി മണലിൻ. ബേക്കൽ ഉപജില്ലാ വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്കായി നടത്തിയ പാചക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിലെ പാചക തൊഴിലാളി രമണി മണലിന് സ്കൂൾ PTA ആദരവ് നൽകി. നിരവധി ആളുകളോട് മത്സരിച്ച് നൂതനമായ രീതിയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കിയതിനാണ് 1ാം സ്ഥാനം നേടിയത്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ HM V പ്രീത ഉപഹാരം നൽകി ആദരിച്ചു. 2025 അജാനൂർ ഗവൺമെന്റ് ബേക്കൽ ഉപജില്ലാ പാചക തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ 1ാം സമ്മാനത്തിന് അർഹനായ മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിലെ പാചക തൊഴിലാളികളായ ശ്രീമതി M രമണിയെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നത്. PTA പ്രസിഡന്റ് മുഹമ്മദ് ഫവാസ് അധ്യക്ഷത വഹിച്ചു. K വിശ്വനാഥൻ, രാജീവൻ മണലിൽ, ചന്ദ്രൻ മണലിൽ, V നാരായണൻ, K മീന, KV ലക്ഷ്മി, വിദ്യാ രാജേഷ്, V സുമംഗല, ബിജു മണലിൽ, സജിനി രാജീവൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ തുടക്കമായി. മൺമറഞ്ഞു പോയ ഫോട്ടോഗ്രാഫർമാരായ വിനോദ് ലെൻസ്മാൻ, ചിദാനന്ദ അരിഭയൽ എന്നിവരുടെ സ്മരണാർത്ഥമുള്ള നഗറിലാണ് 2 ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ പതാക ഉയർത്തി. തുടർന്ന് ഗ്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ നിർവഹിച്ചു. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് നിർവഹിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണിയും, കാർഷിക മേള, ക്ഷേമനിധി ക്യാമ്പ് എന്നിവയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്നും നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന ശക്തി പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രമുഖ തിരക്കഥാകൃത്തും സാഹിത്യകാരനുമായ PV ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഓൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം AKPA സംസ്ഥാന ഫോട്ടോഗ്രാഫ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ
വിധികർത്താക്കളിൽ ഒരാളാവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്നാണ് AKPA ജില്ലാ പ്രസിഡന്റ് TV സുഗുണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. പുലർക്കാലം എന്ന വിഷയത്തിൽ നടന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ബേബി പ്രസാദ് പാലക്കുന്ന് 1ാം സ്ഥാനവും സിബി വെള്ളരിക്കുണ്ട് 2ാം സ്ഥാനവും ഗോവിന്ദൻ ചങ്കരംകാട് 3ാം സ്ഥാനവും ദിനേശ് ഇൻസൈറ്റ് പ്രത്യേക ജൂറി പരാമർശവും നേടി. ലഹരി എന്ന വിഷയം പ്രമേയമാക്കി നടന്ന വീഡിയോഗ്രാഫി ഷോർട്ട് ഫിലിം മത്സരത്തിൽ ബാലകൃഷ്ണൻ പാലക്കി 1ാം സ്ഥാനവും നവീൻ കുമ്പള 2ാം സ്ഥാനവും നേടി. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട്, ക്ഷേമനിധി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ V അബ്ദുൾ സലാം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് PK, AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി, സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VV വേണു, അനൂപ് ചന്ദേര, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുധീർ, ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് ഫ്രെയിം, ജില്ലാ PRO രാജീവൻ സ്നേഹ, ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ രമ്യ രാജീവൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ പ്രജിത്ത് NK നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് AI ക്ലാസും കലാപരിപാടികളും അരങ്ങേറി. നവംബർ 26-ന് പ്രതിനിധി സമ്മേളനം നടക്കും. ജില്ലാ പ്രസിഡന്റ് TV സുഗണന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും വിവിധ പ്രവർത്തനങ്ങളുടെ അവതരണവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോട്ട് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജെയിംസിന്റെ രാജി. ആരോപണങ്ങൾ തെളിയിക്കുവാൻ ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിച്ച് DCC പ്രസിഡന്റ് PK ഫൈസൽ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും KPCC മാനദണ്ഡമനുസരിച്ചാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയതെന്നും PK ഫൈസൽ. കർണാടക KSRTC ബസ്സിൽ മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയതായി പരാതി. ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറയുകയും പെൺകുട്ടിയെ നടുറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്തു. നാമനിർദ്ദേശ പത്രിക മലയാളത്തിലായത് ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ഥാനാർത്ഥികളോട് കാണിക്കുന്ന വിവേചനമെന്ന് പരാതി. N കേശവനായിക്കാണ് പരാതിയുമായി രംഗത്തെത്തിയത്. FCTO കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു. ആകെ സ്ഥാനാർത്ഥികൾ 2786. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.